ഹേ ഗായ്സ്, ലാസ്റ്റ് മന്ത് നമ്മൾ ബാംഗ്ലൂർ പോയി ആൻഡ് ഗസ് വാട്ട്, മിനീസോ പോയി. ഒന്നല്ല, 2 ഔട്ട്ലെറ്റിൽ പോയി. നിങ്ങൾക്ക് എന്നെ പോലെ ക്യൂട്ട് ആൻഡ് അഫോർഡബിൾ ആൻഡ് ട്രെൻഡി പ്രൊഡക്ട്സ് ഇഷ്ടമാണോ? ദെൻ മിനീസോ ഇസ് ദ പ്ലേസ് ടു ബി. ആൻഡ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള കുറേ ക്യൂട്ടായിട്ടുള്ള കോയിൻ പൗച്ചസും വാലറ്റ്സ് ഒക്കെയാണ്. ദേ വർ ലൈക്ക് 600 ഓർ സംതിങ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം വീഡിയോ എടുക്കുമ്പോൾ മര്യാദയ്ക്ക് എടുത്തൂടെ. സത്യം പറഞ്ഞാൽ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം ഒരു ഷോപ്പിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ആൻഡ് ഐ ഫെൽറ്റ് റിയലി ഓക്വേർഡ്. പക്ഷെ എനിക്ക് എടുക്കുകയും വേണം, എനിക്ക് കാണിക്കണമല്ലോ, അപ്പോൾ എനിക്ക് എടുക്കുകയും വേണം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഹോം എസെൻഷ്യൽസ് വേണോ? ഉണ്ട്. സ്റ്റേഷനറീസ് വേണോ? അതുമുണ്ട്. ടെക് അക്സസറീസ് വേണോ? അതുമുണ്ട്. ഈവൻ സ്കിൻ കെയർ പോലും ഉണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെയും ഒരു ക്യൂട്ടസ്റ്റ് വേർഷൻ. ഐ ബി ഹോണസ്റ്റ്, ഫസ്റ്റ് ഞാൻ കയറിയപ്പോൾ ഐ വാസ് ലൈക്ക് ദാറ്റ് ബിന്ദു പണിക്കർ ഇൻ സിഐഡി മൂസ. ആൻഡ് എൻ്റെ മോനും വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിവിടെ പോയത് ഹാരി പോട്ടർ കളക്ഷൻസ് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് കിട്ടിയത് ഫുള്ള് ബാർബി ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ മഗ്സ്, ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ഐ വാസ് ഇൻ പ്ലഷി പാരഡൈസ്. അത്രയ്ക്കും സൂപ്പർ ക്യൂട്ടായിട്ടുള്ള കുറേ കുറേ ഓർഗനൈസേഴ്സ്, മഗ്സ്, ഡസ്റ്റ്ബിൻസ് ആൻഡ് വാട്ട് നോട്ട്. പിന്നെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ BTS ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ ലൈക്ക് BT21 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ചിമ്മി, ഷുക്കി, കോയ, കുക്കി, അതിനുള്ള കുറേ പെൻസ്, ഷോപ്പിംഗ് കാർട്സ്, ഡെസ്ക് ഓർഗനൈസേഴ്സ്, ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഹെയർ ആക്സസറീസ്, ഐലാഷ് കേളേഴ്സ്, അങ്ങനെ കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ. ഇനി ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പേപ്പർ കട്ടറാണ്. എനിക്കിതിൻ്റെ നല്ല ആവശ്യം ഉണ്ടായിരുന്നു. കാരണം എപ്പോൾ കൊറിയർ വന്നാലും ഞാൻ കിച്ചണിൽ പോയി കത്തിയെടുക്കും, എന്നിട്ട് അതെവിടെങ്കിലും മിസ്പ്ലേസ് ചെയ്യും, അതിൻ്റെ തെറി കേൾക്കും. സോ ഐ വാണ്ടഡ് ദിസ്, ഐ നീഡഡ് ദിസ്. അടുത്തത് ഒരു സാനിറ്റൈസറാണ്. ഇത് ഞാൻ എന്തിനെടുത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇരിക്കട്ടെ, കുട്ടിയൊക്കെ ഉള്ളതല്ലേ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമുക്ക് ബാഗിലൊക്കെ എങ്ങനെ ഫ്രണ്ടിൽ ഹാങ് ചെയ്തിടാം. ഇത് നിങ്ങൾ കുറേ പേരുടെ ഡെസ്കിൽ കണ്ടാണോ? മിനി ഷോപ്പിംഗ് കാർട്ടാണിത്. ഇതിൻ്റെ മറ്റേ ബാസ്ക്കറ്റ് ഇതിങ്ങ ഉണ്ടായിരുന്നു, ഞാനത് എടുത്തില്ല. ഇതായിരുന്നു എനിക്ക് ഡെസ്കിൽ വെക്കാൻ ആവശ്യം. ഇതാണ് അത് എന്നെ കിച്ചണിൽ കയറാൻ പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ ഐറ്റം. സോ ഐ തോട്ട് ഒന്ന് ക്യൂട്ടായിട്ട് ഇരിക്കട്ടെ വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് വാങ്ങി. നല്ലതാണ്, ക്യൂട്ടാണ്. വാങ്ങിയതിൽ വെച്ചിട്ട് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നത് ഈ മിനി ഡെസ്ക് ഓർഗനൈസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിൻറ്റി റിങ്സ്, നെക്ക് പീസസ് ഒക്കെ ഇതും ഇട്ട് വെക്കാം. പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഡെസ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടി സംഭവങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ, ഇതിൽ 2 ഡ്രോസ് ഉണ്ട്. പിന്നെ മുകളിലെ പാട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്. വിച്ച് ഈസ് റിയലി ക്യൂട്ട് അല്ലേ. ബാർബി കളക്ഷനിൽ ഞാൻ ആകെ എടുത്തിട്ടുള്ളത് ഈ ഡെസ്ക് ഓർഗനൈസർ ആണ്. വീണ്ടും ഇതിൽ നമുക്ക് വാഷി ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഒക്കെ ഇട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഡംസ്റ്റർ ലുക്കൊക്കെ തോന്നി. മിക്കവാറും ചിലപ്പോൾ ഇത് കുട്ടി സാധനങ്ങളൊക്കെ ഡംപ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക. ഇതൊരു 3 ടയർ ഡെസ്ക് ഓർഗനൈസർ ആണ്. ഇതാണ് ഞാൻ മെയിൻലി സ്റ്റിക്കേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിലാവുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഒക്കെ ഓരോ പാർട്ട് സെക്ഷൻ ചെയ്ത് വെക്കാൻ പറ്റും, വിച്ച് ഈസ് റിയലി ക്യൂട്ട് ആൻഡ് അസ്തറ്റിക്. ആൻഡ് ഞാനിത് യൂസ് ചെയ്ത് നോക്കി, എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം സ്റ്റിക്കേഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തായിട്ട് എനിക്കൊരു വാലറ്റ് വാങ്ങി. കാരണം ഞാനിപ്പോഴും മാതാശ്രീയുടേതാണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ല. അപ്പം ദിസ് ഈസ് റിയലി ക്യൂട്ട്. എഡിയുടെ വാലറ്റാണ്. ഇതിൽ നമുക്ക് കോയിൻ വെക്കാം, ക്യാഷ് വെക്കാം, കാർഡ്സും വെക്കാം. ആൻഡ് ഇത് ഫോൾഡബിൾ ആയതുകൊണ്ട് ബാഗിലൊക്കെ ഇടുമ്പോൾ വലിയ സ്പേസും വേണ്ട. അടുത്തതൊരു ക്യൂട്ട് പ്ലാസ്റ്റിക് ക്രേറ്റ് സ്റ്റോറേജ് ആണ്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ബേജ് ഷെയ്ഡൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഇതുപോലുള്ള വൈബ്രന്റ് കളേഴ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലും നമുക്ക് ഡെസ്കിലുള്ള എന്തെങ്കിലുമൊക്കെ ഡംപ് ചെയ്ത് വെക്കാം. മാത്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ലെമൺ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാറ്റും. അതെനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്നൊരു. പിന്നെ ഞാൻ വി ബെയർ പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഗ്ലാസ് മഗ് വിത്ത് ലിഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും അടിപൊളിയാണ്, ഇതെനിക്കിഷ്ടമായി. ഇതിൽ നമുക്ക് ലിഡിൽ സ്ട്രോ വെക്കാനും സിപ്പ് ചെയ്യാനുള്ള സ്പേസും രണ്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ലിഡ് ഊരാതെ തന്നെ സിപ്പ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ സ്ട്രോ ഹോളിലും സിപ്പ് ചെയ്യുന്ന ഹോളിലും നല്ല ക്ലോസിങ് കൊടുത്തിട്ടുണ്ട്, സ്പിൽ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതും നല്ലതായിട്ട് എനിക്ക് തോന്നി. ലിഡും നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രൈസിന് എനിക്കിത് നല്ല വൃത്തിയായിട്ട് തോന്നി.
ആൻഡ് ഫൈനലി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഞാൻ ഈ ഒരു യൂണിക്കോൺ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി റൂൾഡ് പേപ്പേഴ്സിൽ വരുന്ന നല്ലൊരു ബുക്കായിരുന്നു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പെൻ പാലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കണ്ടില്ലേ, ഇതുപോലെ നമുക്കിത് ഇളക്കി പേപ്പേഴ്സ് കീറാതെ ഇളക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ബുക്സും ജേർണൽസും സപ്ലൈസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മിനിസോന്ന് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലുള്ള ക്യൂട്ട് ഹോൾ വീഡിയോസ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കീപ് സപ്പോർട്ടിങ്. നിങ്ങൾ ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അടുത്തൊരു എക്സൈറ്റിംഗ് ഗിവ് അവേനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഹാപ്പി വെക്കേഷൻ യു ഗൈസ്.